ഇലുമിനാറ്റിക്ക് മേലെയാണോ എംപുരാൻ? എംപുരാന്റെ ടീസർ പുറത്തു വന്നതോടെ അതിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ചില പാറ്റേൺസ്, ലോഗോസ് ഒക്കെ തന്നെയും ചില സീക്രട്ട് സൊസൈറ്റീസിന്റെ റെഫറൻസ് നൽകുന്നുണ്ട്. ട്രയാങ്കിൾസ്, പിരമിഡുകൾ, ഓൾ സീയിങ് ഐസ്, എന്തിനേറെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം ടൈറ്റിൽ പോലും എഴുതിയിരിക്കുന്നത് ഒരു ബീഹൈവിന്റെ പാറ്റേണിലാണ്. ഇവയെല്ലാം സൂചിപ്പിക്കുന്നത് ഇലുമിനാറ്റിക്ക് മുൻപേയുള്ള ഒരുപക്ഷെ ലോകമുണ്ടായ കാലം മുതൽ നിലനിൽക്കുന്നു അവകാശപ്പെടുന്ന ഒരു സീക്രട്ട് സൊസൈറ്റി, ഫ്രീമേസൺ സൊസൈറ്റിയെ കുറിച്ചാണ്. ആരാണ് ഫ്രീമേസൺസ്? 100 Days 100 Stories, Day 47. ലോകത്തെ സൃഷ്ടിച്ച ലോകത്തിന്റെ ശില്പിയായ ദൈവമാണ് തങ്ങളുടെ സ്ഥാപകൻ എന്ന് വിശ്വസിക്കുന്ന ഫ്രീമേസൺസ് അവകാശപ്പെടുന്നത് നോഹയുടെ പേടകവും ഈജിപ്തിലെ പിരമിഡുകളും ജെറുസലേമിലെ സോളമന്റെ ദേവാലയവും ഉൾപ്പെടെയുള്ളവയുടെ നിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് തങ്ങളുടെ പൂർവികരാണെന്നാണ്. ഫ്രഞ്ച് വിപ്ലവത്തിനും തുർക്കി റവല്യൂഷനും കാരണക്കാരായവർ ഇവരാണെന്ന് പറയപ്പെടുന്നു. ആധുനിക വേർഷൻ 17ാം നൂറ്റാണ്ടിലാണ് രൂപീകരിച്ചതെങ്കിലും പൗരാണിക കാലത്ത് കൽപ്പണിക്കാർക്കിടയിലാണ് ഈ സംഘടന രൂപം കൊണ്ടത് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മട്ടവും കോമ്പസും അതിന്റെ ഉള്ളിൽ എല്ലാം കാണുന്ന ഒരു കണ്ണും ഇവരുടെ അടയാള ചിഹ്നമാണ്. ലോകക്രമത്തെ നിയന്ത്രിക്കുന്നവരാണെന്നും അന്താരാഷ്ട്ര രാജ്യങ്ങളുടെ സാമ്പത്തിക ആയുധവിനിമയങ്ങളെ കൺട്രോൾ ചെയ്യുന്ന സീക്രട്ട് സൊസൈറ്റിയാണെന്നും സാത്താൻ സേവ നടത്തുന്നവരാണ് എന്നും ഉൾപ്പെടെയുള്ള കോൺസ്പിറസീസ് ഫ്രീമേസൺസിനെ കുറിച്ച് വ്യാപകമാണെങ്കിലും അവരിതെല്ലാം നിഷേധിച്ചിട്ടുണ്ട്. ലോകമെമ്പാടുമായി 60 ലക്ഷത്തിലധികം അംഗങ്ങളുള്ള ഫ്രീമേസൺസ് ഇലുമിനാറ്റിയെ പോലെ തങ്ങളുടെ എക്സിസ്റ്റൻസ് രഹസ്യമാക്കി വെക്കുന്ന ഒരു സംഘടനയല്ല. ലോക സാഹോദര്യത്തിന് വേണ്ടിയിട്ടും സന്മാർഗ മൂല്യങ്ങൾക്കുമായി പ്രവർത്തിക്കുക എന്നതാണ് ഇവരുടെ മോട്ടോ. ഫ്രീമേസൺ സൊസൈറ്റിയുടെ ഭാഗമായിരുന്ന ആദം ബിഷപ്പ് എന്ന ഫിലോസഫർ ചില അഭിപ്രായ ഭിന്നതകളെ തുടർന്ന് സംഘടനയിൽ നിന്നും രാജിവെച്ച് സ്വതന്ത്രമായി രൂപീകരിച്ച രഹസ്യ സംഘടനയാണ് ഇലുമിനാറ്റി. എന്നാലും ലൂസിഫറിലെ സീക്രട്ട് സൊസൈറ്റി കണക്ഷൻ ഒരു കോൺസ്പിറസി ആയിരുന്നെങ്കിൽ എംപുരാന്റെ ടീസറിലേക്ക് വരുമ്പോഴേക്കും അത് ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ വീഡിയോസിന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ.